ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അതായത് ഒരു 6 മണി മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണ്. ലഞ്ച് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് സാധാരണ ഞാൻ തലേ ദിവസത്തെ ചോറാണ് കേട്ടോ തിളപ്പിച്ചിട്ട് അങ്ങനെ ആണ് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ചോറൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഗ്രീൻ പീസിന് വേണ്ടിയിട്ട് സവാള തക്കാളിയൊക്കെ വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ട് അങ്ങനെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഗ്രീൻ പീസ് കറി വെക്കുന്നത്. അപ്പോൾ രാവിലത്തേക്ക് വേണ്ടിയിട്ട് ഗ്രീൻ പീസ് കറിയും വെള്ളയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വഴറ്റിയിട്ട് പൊടികളൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ബീൻസ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കനും മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇന്ന് എടുക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ സാധാരണ ഞാൻ ഒരു 5:30 ആകുമ്പോൾ കിച്ചണിലേക്ക് കയറാറുള്ളതാണ് വീഡിയോ എടുക്കുന്ന ദിവസം. എന്തായാലും നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും, കുറച്ചധികം സമയം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു 5:30 ആകുമ്പോൾ കിച്ചണിലേക്ക് കയറാറുണ്ട്. ഇന്നലെ ഞാനിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ചെയ്ത് തീർക്കാനും പറ്റും. അപ്പോൾ കുറച്ച് വെള്ളപ്പയറുകൂടി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വൻപയറില്ലേ, ഇപ്പോൾ ഇവിടെ വെള്ളപ്പയർ എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതൊന്ന് താളിച്ചെടുത്ത് അതും ലഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ, കൊടുത്ത് വിടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ബീൻസൊക്കെ ഒന്ന് തോരൻ വെച്ചെടുക്കണം. തേങ്ങ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഞാൻ ഗ്രീൻ പീസിലെ സവാള തക്കാളിയൊക്കെ വഴറ്റിയതൊക്കെ അതിട്ടിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ പീസ് കറി റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ വെള്ളപ്പം ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഓരോ വീഡിയോ ഞാൻ ഇടുമ്പോഴും വോയിസ് ഓവർ ചെയ്യാതാണ് കേട്ടോ ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒക്കെ ഇടുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്താന്ന് പറഞ്ഞിങ്ങനെ കുറേയൊക്കെ ഒരുപാട് കമൻറ്റ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് മടിയാണ് കേട്ടോ വോയിസ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൈലൻറ്റ് ബ്ലോഗായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് വോയിസ് ഓവർ ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗ്രീൻ പീസ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളയപ്പം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മക്കൾക്കുള്ള പോകാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ചായയും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കുള്ള ചായയും കൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളപ്പയറും കൂടി ഒന്ന് താളിച്ചെടുക്കുകയാണ്.
അങ്ങനെ മക്കളിൽ ഒരാളെ ആക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജംഗ്ഷനിലാണ് സ്കൂൾ ബസ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടൊന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ രണ്ടാമത്തെ ആൾ ബസ് സ്റ്റോപ്പിലേക്കൊന്ന് ആക്കാനുണ്ട്. അപ്പോൾ അയാൾ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് വന്നിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളമൊഴിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ നല്ല 2 ദിവസമായിട്ട് നല്ല വെയിലായതുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഒന്ന് എടുത്ത് പുറത്ത് വെക്കാനുണ്ട്. പിന്നെ കുഷ്യൻ കവറൊന്ന് മാറ്റാനുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് വാഷ് ചെയ്യാനിടാനുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാമെന്ന് വെച്ചിട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്തെടുത്തിട്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വെച്ച്. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി വന്ന മാവ് ഒന്നെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. പിന്നെ കറികളൊക്കെ ഒന്ന് പാത്രത്തിലാക്കി മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ കഴുകി വെച്ചാൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് പിന്നെ വേറെ പാത്രങ്ങളൊന്നും പ്രത്യേകിച്ച് കഴുകണ്ടല്ലോ. പിന്നെ സ്റ്റൗവൊക്കെ തുടക്കാനുണ്ട്. പാത്രങ്ങൾ ഫുള്ള് ഇടയ്ക്ക് കുറച്ചൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ള പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പായസം ഉണ്ടാക്കുകയാണ്. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അൽഹംദുലില്ലാ. അപ്പോൾ 23rd വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇത് 25th കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധാരണ അങ്ങനെ ഉണ്ടാക്കലില്ല. ഇടയ്ക്ക് മക്കൾ പറയുമ്പോൾ കേക്ക് വാങ്ങിക്കും, അങ്ങനെ അത് കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പാലടയുടെ മിക്സാണ് വാങ്ങിച്ചിട്ടുള്ളത്, പാക്കറ്റിൽ അതാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ലിറ്റർ പാലാണ് കേട്ടോ ഒരു പാക്കറ്റിന് വേണ്ടത്. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പാലട മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് നന്നായിട്ട് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി. അത് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നന്നായിട്ട് കുറുകി അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, പകുതിയോളം മിൽക്ക് മെയ്ഡ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വർക്കരയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈവനിങ്ങിൽ സർവ് ചെയ്യുള്ളൂ. മക്കളൊക്കെ വന്നതിന് ശേഷം എടുക്കാമെന്ന് വെച്ചു കേട്ടോ. നന്നായിട്ട് തണുത്ത് സെറ്റായിട്ടിരുന്നോളൂ. ഇനി കുറച്ച് പണികൾ കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടോ. ഇത് ഞാൻ ഇവിടെ ആലുവ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്ലെൻഡറാണ്. ഗ്രീൻ ഷെഫിൻ്റെ ബ്ലെൻഡറാണ്. 2 വർഷം വാറണ്ടിയൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാനിപ്പോൾ കുറച്ചായത് വാങ്ങിച്ച് വെച്ചിട്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ 2 ജാറാണ് കേട്ടോ വരുന്നത്. ഒരു വലിയ ജാറും ഒരു ചെറിയ ജാറും, രണ്ടിനും കൂടി ഒരു ബ്ലേഡാണുള്ളത്. പിന്നെ 3 ടോപ്പ് വരുന്നുണ്ട് കേട്ടോ ഇതിന്.
അപ്പോൾ കുറച്ച് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒരു സ്ട്രെയിനർ പോലത്തെ ഒരു ടോപ്പ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേരയ്ക്കാകുമ്പോൾ കുരു ഉണ്ടാവുമല്ലോ, അത് ഇട്ടിട്ട് ഞാനിതുപോലെ സ്ട്രെയിൻ ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഐസ് ക്യൂബും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.